യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ അത് കടന്നുപോക്കലാണ്. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്നും ഉള്ളൊരു യാത്ര വെളിച്ചത്തിലേക്ക്, അജ്ഞതയിൽ നിന്നും വിജ്ഞാനത്തിലേക്ക്, മരണത്തിൽ നിന്നും ഉയർപ്പിലേക്കുള്ളൊരു യാത്ര. അതാണ് യേശു ചരിത്രം. പെസഹ ദിനത്തിൽ അവിടുന്ന് അപ്പമെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. ക്രൈസ്തവന്റെ ജീവിതം അപ്രകാരമായിരിക്കണം. നിന്റെ ജീവിതം നീ തമ്പുരാന്റെ മുമ്പിലെടുത്ത് വാഴ്ത്തണം. അത് മുറിക്കപ്പെടണം, അത് കൊടുക്കപ്പെടണം. അപ്പോൾ മാത്രമേ എൻ്റെ പിന്നാലെ വരുന്നവൻ എൻ്റെ കുരിശുമായി എല്ലാ സഹനവും എടുത്തുകൊണ്ടുവരുന്ന നല്ലൊരു ശിഷ്യനെക്കുറിച്ച് തമ്പുരാന് പറയുവാൻ സാധിക്കുകയുള്ളൂ. പെസഹായിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരം ഭക്ഷണപാനീയമായി നൽകിക്കൊണ്ട് ഞാൻ എന്നും ജീവിക്കുന്നു, നിത്യമായി ജീവിക്കുന്നു എന്നുള്ള സത്യം അവർക്ക് തുറന്നു കാണിച്ചു കൊടുത്തു. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പുതിയ ഉടമ്പടി. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിലിരുന്നു. അവനോടൊപ്പം അപ്പോസ്തലന്മാരും. അവൻ അവരോട് പറഞ്ഞു, പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൂടെ ഈ പെസഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ല. അവൻ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തതിന് ശേഷം പറഞ്ഞു, ഇത് വാങ്ങി നിങ്ങൾ പങ്കുവയ്ക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. എന്നാൽ ഇതാ, എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അടുത്ത് മേശമേൽ തന്നെയുണ്ട്. നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു. എന്നാൽ അവനെ ആരൊറ്റിക്കൊടുക്കുന്നുവോ ആ മനുഷ്യന് ദുരിതം. തങ്ങളിൽ ആരാണ് ഇത് ചെയ്യാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. ഈശോയിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ വാരത്തിലെ
നല്ല ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവായ യേശു മിശിഹ മനുഷ്യാവതാരം ചെയ്ത് ഈ ലോകത്തിൽ കടന്നു വന്ന് പച്ചയായ മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ച് നമ്മളിൽ ഒരുവനായി ജീവിച്ചു. അത് വലിയൊരു ചരിത്രമായി മാറുന്നു. ലോകത്തെ തന്നെ പഴയകാലവും പുതിയ കാലവുമായി മാറ്റുന്ന ഒരു ചരിത്രം. ഈ ചരിത്രത്തിൻ്റെ പഴയ ഏടുകൾ അവസാനിക്കുന്നത് യേശുവിൻ്റെ ജനനത്തോടു കൂടിയാണ്. ഈ ജനനത്തിൽ അവിടുന്ന് നമ്മോടൊപ്പം ആയിരുന്നത് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. മരുഭൂമിയിൽ ജ്വലിച്ച് യോർദാനിൽ നനഞ്ഞ് കാൽവരി പിടഞ്ഞവനെ പോലെ ഒരു തീർത്ഥയാത്ര ഈ നോയമ്പ് കാലത്ത് നമുക്ക് ചെയ്യാവുന്നത് അതാണ്. കുരിശിൽ കിടന്ന് മരിക്കുമ്പോൾ വലിയൊരു ദൗത്യം ബലി പൂർത്തിയാക്കിയ സന്തോഷത്തോടുകൂടെ എല്ലാം മാനവ മക്കൾക്കായി നൽകി കടന്നുപോയ ദൈവപുത്രനെയാണ് വിശുദ്ധ വാരത്തിൽ, അതേ ഈ തിരുവോസ്തിയിൽ നാം കാണുക. അപ്പമായി മാറിയവൻ അത് മുറിച്ച് വാഴ്ത്തി സഹോദരങ്ങൾക്ക് നൽകി. കാനായിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കിയെങ്കിൽ ഗാഗുൽത്തായിൽ വെച്ച് ആ വീഞ്ഞിനെ അവിടുന്ന് രക്തമാക്കി. ഒരു വലിയ യാത്രയുടെ സമാപനം. നമ്മുടെ വെള്ളം പോലെയുള്ള ഈ ജീവിതത്തെ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് വിശുദ്ധരാക്കുവാൻ നമ്മെ വിളിക്കുന്ന, അതേക്കുറിച്ച് ചിന്തിക്കുവാൻ ദൈവം തരുന്ന ഒരു നിമിഷമാണ് ഈ തപസ്സുകാലം. അതിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള വിശുദ്ധവാരം. പുതിയതിലേക്കുള്ള ചുവടുവയ്പ്പുകൾ, നന്മയിലേക്കുള്ള യാത്ര, കഷ്ടപ്പാടുകൾക്ക് വിടുതൽ നൽകിക്കൊണ്ട് സ്വർഗീയമായവയെ പുൽകുവാനുള്ള ഒരു യാത്ര. അതാണ് പെസഹ. ദീപികാരണത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് എഴുന്നള്ളിക്കാം. നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ കൈകൾ രണ്ടും ഭൂമിയോളം വിരിച്ചു പിടിച്ച് ജീവൻ വെടിഞ്ഞ അവനിലേക്ക് നമുക്ക് അലിഞ്ഞു ചേരാം. മരണത്തിലും നിലയ്ക്കാത്ത അവൻ്റെ മാറിലെ തിരുജല പ്രവാഹത്തിൽ നമുക്ക് നമ്മെ തന്നെ കഴുകാം. മായയുടെ വിരസതകളിൽ നിന്ന് നിത്യതയുടെ പരമാനന്ദ ലഹരിയിലേക്കുള്ള കടന്നു പോകലാണ് പെസഹ. തിരുശരീര രക്തങ്ങളെ ബലിയായി അർപ്പിച്ച ആ ദിവ്യ കുഞ്ഞാടിൻ്റെ ദിവ്യസ്നേഹത്തെ പ്രതി വെടിയുക മത്യ നിന്റെ പാവമെല്ലാം. കർത്തനേ കർത്തനേ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, കർത്തനേ കർത്തനേ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനെ
ഈ കടന്നുവരവിൽ, ഈ ഒത്തുചേരലിൽ, ഈ പുതിയ യുഗത്തിലെ കണ്ടുമുട്ടലിൽ യേശു പറയുന്നു, നീ കണ്ടുമുട്ടുവാനുള്ളത് നിന്റെ സഹോദരനെയാണ്. ഇവിടെയാണ് നിന്റെ ദൈവം. നിന്റെ ദൈവം നിന്റെ അടുത്തുണ്ട്. നിന്റെ പിതാവിലുണ്ട്, മാതാവിലുണ്ട്, നിന്റെ ഭർത്താവിലുണ്ട്, ഭാര്യയിലുണ്ട്, നിന്റെ കുഞ്ഞുമക്കളിലുണ്ട്, അയൽവക്കത്തുണ്ട്. എവിടെയും ദൈവത്തെ കാണുവാൻ നിനക്ക് സാധിക്കുമില്ലയോ? നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാം, നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഞാൻ എൻ്റെ യേശുവിൻ്റെ മുൻപിൽ നിൽക്കുവാൻ ഞാൻ യോഗ്യനാണോ അല്ലയോ? ഉത്തരം നാം ഓരോരുത്തരും പറയണം. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്ന ആ തമ്പുരാൻ്റെ മുൻപിൽ നമുക്ക് ആരാധനയെ സ്തോത്രം അർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഇന്നത്തെ ലോകത്ത് നാം ഓരോ സക്രാരികളായി മാറണം. നമ്മുടെ സക്രാരി തുറക്കപ്പെടേണ്ട സക്രാരിയാണ്. നമ്മുടെ സക്രാരി സ്നേഹത്തിൽ മുറിക്കപ്പെടേണ്ടതും പങ്കുവയ്ക്കലും സംഭവിക്കേണ്ടതാണ്. നല്ല സക്രാരിയായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. പൂട്ടിക്കിടക്കുന്ന പത്തായം പോലെയല്ല, മുറിച്ചു നൽകുന്ന അൾത്താര പോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. നമുക്കെല്ലാവർക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. യേശുവേ, യേശു അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി കർത്താവേ, യേശു നിമിഷം കർത്താവേ, പാപികളായ കർത്താവ് യേശുവേ, നിന്റെ മക്കളെല്ലാവരും കർത്താവ് യേശുവേ, നിന്റെ സന്നിധിയിലേക്ക് കർത്താവ് യേശുവേ ഓടിയെത്തിയിരിക്കുകയാണ് കർത്താവേ. യേശുവേ, അനുദിന ജീവിതത്തിൽ കർത്താവ് യേശുവേ, പാപമല്ലാതെ കർത്താവേ യേശു ഒന്നും ചെയ്യാൻ അറിയാത്ത കർത്താവ് യേശുവേ, പാപികളാണ് കർത്താവേ. യേശുവേ, യേശുവേ നിന്റെ തിരുരക്തത്താൽ കർത്താവ് യേശുവേ കഴുകി കർത്താവ് യേശുവേ വിശുദ്ധീകരിച്ച് കർത്താവേ യേശുവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് യേശുവേ ഞങ്ങളെല്ലാവരിലേക്കും കർത്താവ് യേശുവേ നീ നിറയ്ക്കണ കർത്താവേ. യേശുവേ, നിന്നെ അനുഗമിക്കാൻ വേണ്ടി കർത്താവ് യേശുവേ, യേശുവേ പൗലോസിനെ വിളിച്ച പോലെ കർത്താവ് യേശുവേ, യേശുവേ മോശയെ ശക്തിപ്പെടുത്തിയ പോലെ കർത്താവ് യേശുവേ, ഏലിയായ ഏലീശായ കർത്താവ് യേശുവേ, പരിശുദ്ധാത്മാവിനെ കർത്താവ് യേശുവേ ശക്തിപ്പെടുത്തിയ പോലെ കർത്താവേ യേശു ഈ നിമിഷം കർത്താവ് യേശുവേ നിന്റെ സന്നിധിയിൽ അറിഞ്ഞിരിക്കുന്ന കർത്താവേ യേശു ഞങ്ങളെല്ലാവരും കർത്താവ് യേശുവേ നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച കർത്താവ് യേശുവേ, നിന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കാൻ കർത്താവ് യേശുവേ, നിന്നിൽ നിന്ന് കർത്താവ് യേശുവേ അനുഗ്രഹം സ്വീകരിക്കാൻ കർത്താവ് യേശുവേ, പാപത്തെ ഉപേക്ഷിക്കാൻ കർത്താവ് യേശുവേ, നിന്റെ ആത്മാവിനെ നിറയാൻ കർത്താവ് യേശുവേ ശക്തമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് യേശുവേ, നിന്റെ ആത്മാവിനായിട്ട് ദാഹിച്ചുകൊണ്ട് കർത്താവ് യേശുവേ, നിന്റെ നാമത്തെ കർത്താവേ യേശുവേ ഞങ്ങളെല്ലാവരും കർത്താവ് യേശുവേ ചേർന്ന് വിളിച്ച് അപേക്ഷിക്കണം കർത്താവേ യേശുവേ. ആരാധന 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 യേശുവേ, ഹല്ലേലൂയ 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 യേശുവേ, ആരാധന 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 യേശുവേ, ഹല്ലേലൂയ 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 യേശുവേ, ആരാധന 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 യേശുവേ, ഹല്ലേലൂയ 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 യേശുവേ, ആരാധന 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 കർത്താവേ യേശുവേ, ഹല്ലേലൂയ 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 യേശുവേ, ആരാധന 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 കർത്താവേ ഈശോയേ ഈശോയേ ഈശോയേ, ഹല്ലേലൂയ 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 യേശുവേ, ആരാധന 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 യേശുവേ, ഹല്ലേലൂയ 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 ഈശോയേ, ആരാധന 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 കർത്താവേ ഈശോയേ, ഹല്ലേലൂയ 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 യേശുവേ,
ഈശോയെ 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 ശക്തിപ്പെടുത്തണേ ഈശോയെ ബലപ്പെടുത്തണേ കർത്താവേ പരിശുദ്ധമായ നിനക്ക് കർത്താവേ ഈശോയെ ഹല്ലേലൂയ 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 ഈശോയെ ആരാധന 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 പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ കൃപകളും വരങ്ങളും ലഭിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരുന്നി വളർന്നിടുവാൻ നിൻമഴയെ വീണ്ടും അയക്കണമേ നിഞ്ചനമുണർന്നിടുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ എൻ്റെ ദൈവമർത്താവെ അങ്ങോട്ട് ഞങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞോടെ എൻ്റെ യേശുവേ തമ്പുരാനെ എൻ്റെ ദൈവമർത്താവെ അവിടുന്ന് ദൈവമർത്താവെ ഞങ്ങൾക്ക് ചെയ്തു തന്ന നന്മകളെല്ലാം ഓർക്കുമ്പോൾ എൻ്റെ യേശു ദൈവമർത്താവെ ഈ പാപിയായ ഞങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞോടെ എൻ്റെ യേശുവേ തമ്പുരാനെ എൻ്റെ ദൈവമർത്താവെ ഇവിടെ ഞങ്ങൾ ദൈവമർത്താവെ വന്ന് മുട്ടുമേൽ നിൽക്കുമ്പോൾ എൻ്റെ യേശുവേ ദൈവമർത്താവെ ഞങ്ങളുടെ മേലുള്ളത് ദൈവമർത്താവെ ഞങ്ങൾ ചെയ്തു പോയ നിരവധി പാപങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ യേശുവേ തമ്പുരാനെ എൻ്റെ ദൈവമർത്താവെ നീ ദൈവമർത്താവെ ഞങ്ങളെ ദൈവമർത്താവെ മരണം വരെ സ്നേഹിച്ച് മാത്രമേ അല്ലേ കർത്താവെ ചെയ്തിട്ടുള്ളൂ എൻ്റെ യേശുവേ ദൈവമർത്താവെ നീ ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ ദൈവമർത്താവെ കുരിശിൽ ദൈവമർത്താവെ കയറിയത് എൻ്റെ യേശുവേ ദൈവമർത്താവെ നീ കുരിശിൽ ചിന്തിയ രക്തം ദൈവമർത്താവെ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നല്ലോ എൻ്റെ യേശുവേ തമ്പുരാനെ എൻ്റെ ദൈവമർത്താവെ ഞങ്ങളുടെ പാപത്തിന് എതിരായിട്ടാണല്ലോ ദൈവമർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുവാനാണല്ലോ എൻ്റെ യേശുവേ തമ്പുരാനെ നീ ദൈവമർത്താവെ കുരിശിൽ ദൈവമർത്താവെ ഗാഗുൽത്തായ രക്തം ചിന്തിയത് എൻ്റെ യേശുവേ തമ്പുരാനെ ദൈവമർത്താവെ എല്ലാത്തിനെയും ദൈവമർത്താവെ ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു എൻ്റെ യേശുവേ തമ്പുരാനെ എൻ്റെ ദൈവമർത്താവെ ചെയ്തു പോയ എല്ലാവിധ പാപങ്ങളും ദൈവമർത്താവെ ഞങ്ങൾ ഈ നിമിഷം ദൈവമർത്താവെ അങ്ങയുടെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു എൻ്റെ യേശുവേ തമ്പുരാനെ എൻ്റെ യേശുവേ ഞങ്ങളോട് ക്ഷമിക്കണമേ എൻ്റെ യേശുവേ ദൈവമർത്താവെ അവിടുന്ന് ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ ദൈവമർത്താവെ എൻ്റെ യേശുവേ എങ്ങനെ നന്ദി പറയണം എന്ന് അറിഞ്ഞോട് എൻ്റെ യേശുവേ തമ്പുരാനെ എൻ്റെ യേശുവേ അങ്ങ് ദൈവമർത്താവെ തിരുവോസ്തിയായി മാറിയത് പോലും എൻ്റെ യേശുവേ ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നല്ലോ എൻ്റെ യേശുവേ തമ്പുരാനെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുവാനാണല്ലോ എൻ്റെ യേശുവേ തമ്പുരാനെ നീ തിരുവോസ്തിയായി മാറിയത് എൻ്റെ യേശുവേ തമ്പുരാനെ ഇന്ന് ഞങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് പോലും ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുവാനാണല്ലോ എൻ്റെ യേശുവേ തമ്പുരാനെ ഞങ്ങൾ എല്ലാവിധ പാപങ്ങളും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു എൻ്റെ യേശുവേ ഞങ്ങൾ എല്ലാവിധ പാപങ്ങളും നീ ക്ഷമിക്കണമേ എൻ്റെ യേശുവേ തമ്പുരാനെ എൻ്റെ ഈ നിമിഷം മുടിയനായ പുത്രൻ തിരിച്ചു വന്നതുപോലെ ഞങ്ങളും തിരിച്ചു വരികയാണ് എൻ്റെ യേശുവേ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളും തിരിച്ചു വരികയാണ് എൻ്റെ യേശുവേ തമ്പുരാനെ എൻ്റെ ഞങ്ങളുടെ എല്ലാവിധ പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ യേശുവേ അവിടുന്ന് ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാവിധ നന്മകളും നമുക്ക് ഈ നിമിഷം ഓർക്കാം എൻ്റെ യേശുവേ ആ ദിവ്യകാരുണ്യ രൂപൻ നമുക്ക് ചെയ്തു തന്ന എല്ലാവിധ നന്മകളും നമുക്ക് ഒരു നിമിഷം ഓർക്കാം എൻ്റെ യേശുവേ നീ ഞങ്ങൾക്ക് എന്നും നന്മകൾ മാത്രമേ ചെയ്തു തന്നിട്ടുള്ളൂ എൻ്റെ യേശുവേ
എൻ്റെ ദൈവമർത്താവ് അവസാനം ദൈവമർത്താവ് ജീവൻ വെടിയുമ്പോൾ പോലും ദൈവമർത്താവ് നീ ഞങ്ങൾക്ക് ദൈവമർത്താവ് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എൻ്റെ യേശു ദൈവമർത്താവ് അങ്ങേക്കെതിരായി ദൈവമർത്താവ് അങ്ങയുടെ പാർശ്വത്തിൽ ദൈവമർത്താവ് കുന്തം കുത്തിയവന് ദൈവമർത്താവ് അങ്ങ് കൊടുത്തത് പകരമോ ദൈവമർത്താവ് അങ്ങ് സൗഖ്യം മാത്രമാണ് ദൈവമർത്താവ് അങ്ങ് അവസാനം വരെയും കൊടുത്തത്. എൻ്റെ യേശു ദൈവമർത്താവ് ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാവിധ നന്മകളും ദൈവമർത്താവ് ഈ നിമിഷം ഞങ്ങൾ ധ്യാനിക്കുന്നു. എൻ്റെ യേശു ദൈവമർത്താവ് നിന്റെ തിരുരക്തം കൊണ്ട് ദൈവമർത്താവ് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ യേശു ദൈവമർത്താവ് അവൻ ചെയ്തു തന്ന എല്ലാവിധ നന്മകളും ഓർത്ത് ദൈവമർത്താവ് അവൻ നന്മയുടെ ജീവിതത്തിൽ ചെയ്തു തന്ന എല്ലാവിധ നന്മകളും ദൈവമർത്താവ് നമുക്ക് ഈ നിമിഷം ഓർക്കാം. ദൈവമർത്താവ് നമ്മൾ ദൈവമർത്താവ് ഒരിക്കൽ പോലും നന്ദി പറയാത്ത ദൈവമർത്താവ് അവൻ ചെയ്തു പോയിട്ടുള്ള എല്ലാവിധ നന്മകളും ദൈവമർത്താവ് നമുക്ക് ഓർക്കാം. എൻ്റെ യേശു ദൈവമർത്താവ് അവൻ ചെയ്തു തന്ന എല്ലാവിധ നന്മകളും ഓർത്തുകൊണ്ട് ദൈവമർത്താവ് അങ്ങയുടെ സന്നിധിയിൽ ദൈവമർത്താവ് പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഈ നിമിഷം പാടുകയാണ്. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാമെന്നേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനേ നന്ദിയാ, നിന്റെ കൃപ മതിയേ, നിന്റെ കൃപ മതിയേ, നിന്റെ കൃപ മതിയേ എനിക്ക്, നിന്റെ കൃപ മതിയേ, നിന്റെ കൃപ മതിയേ, നിന്റെ കൃപ മതിയേ എനിക്ക്, ഈശോയേ ഈശോയേ, നിന്റെ കൃപ മതിയേ എനിക്ക്, ഈശോയേ ഈശോയേ, നിന്റെ കൃപ മതിയേ എനിക്ക്. കർത്താവിൻ്റെ ആശീർവാദം വാങ്ങിക്കാം. എല്ലാ അപേക്ഷകളും, എല്ലാ രോഗവും, എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ ക്ലേശങ്ങളും, പ്രത്യേകിച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ മക്കളെയും നമുക്കിവിടെ സമർപ്പിക്കാം. എൻട്രൻസിന് വേണ്ടി ഒരുങ്ങുന്നവർ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ